ആദ്യമായിട്ട് വീട് കണ്ടപ്പോ എന്തായിരുന്നു ആ ഒരു ഫീല്? അയ്യോ ഞെട്ടിപ്പോയി. ഭയങ്കര വേറെ എന്തോ അതിനൊരു വേറെ ഫീലിങ്സ് ആയിരുന്നു. ഞാൻ വന്നപ്പോ കണ്ടു ഇങ്ങനെ ഫോട്ടോയിൽ ഇങ്ങനെ ടച്ച് ചെയ്താണ് എപ്പോഴും സംസാരിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലത്തും സുധിച്ചേട്ടന്റെ ഫോട്ടോ. ചേട്ടനാണല്ലോ, അതല്ലേ സുധിലയം. ആ പേര് അർത്ഥവത്താക്കുന്ന രീതിയിൽ എല്ലായിടത്തും ചേട്ടന്റെ പ്രസൻസ് ഉണ്ട്. കിച്ചൺ നീറ്റ് ആണെങ്കിൽ നമുക്കറിയാം ആ വീട് എത്രത്തോളം നീറ്റായിട്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണെന്ന്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. നോക്കൂ, ഞാനിന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടന്റ് നോക്കിയ സമയത്തെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്ന് നടക്കുന്നുണ്ട്. നമ്മുടെ വെൽവിഷേഴ്സായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ 2 ദിവസമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിന് എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ തന്നു. മീൻസ് എ ലോട്ട്. സീരിയസ്ലി നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമൻറ്റും എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നതൊക്കെ എനിക്ക് എന്താ പറയുക, എനിക്ക് വലിയൊരു അപ്രീസിയേഷനാണ് ഇതുപോലത്തെ വീണ്ടും കോണ്ടന്റ് ചെയ്യാൻ. പക്ഷെ ആ കൂട്ടത്തിൽ എനിക്ക് വന്ന മെസ്സേജിൽ ഒരു മെസ്സേജ് ഒരു വ്യക്തി, ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഒരു സബ്സ്ക്രൈബർ വെൽവിഷർ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ബ്രോ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും, ഇതായിരുന്നു അവരുടെ വീട്. അതായത് ഈ കൊല്ലം സുധിയുടെ മക്കൾക്ക് KHDC കേരള ഹോം ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ നിർമ്മിച്ച് നൽകിയിട്ടുള്ള ഒരു വീട്. ഫ്ലവേഴ്സ് അല്ല എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ, എനിക്ക് മനസ്സിലാവുന്നതാണ്. കേരള ഹോം ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മ നിർമ്മിച്ച് നൽകിയിട്ടുള്ള ആ ഒരു വീട് അന്ന് ഇവർക്ക് കീ ഹാൻഡ് ഓവർ ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഹോം ടൂറൊക്കെ അതിൽ കിടക്കുന്നുണ്ട്, കീ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അന്നത്തെ ആ വീടിൻ്റെ ഒരു സിറ്റുവേഷൻ ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ അയച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിലെത്തിയത്. കാരണം എന്താ അറിയോ, കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്ന്, ആ വീടിൻ്റെ വൃത്തി. രണ്ടാമത്, കൊല്ലം സുധിയുടെ ഫോട്ടോസ്. മൂന്നാമത്, ഏറ്റവും മനസ്സിലെല്ലാവരും നിങ്ങളുടെ എൻ്റെയൊക്കെ പറയൂ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. അത് മനസ്സിൽ ടച്ച് ചെയ്തിട്ടുള്ളത് കിച്ചുവിൻ്റെ റൂം കേട്ടോ. 2 ദിവസം മുന്നേ കിച്ചു ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് സ്റ്റാർട്ടിങ് ഫ്രം ആ മുറ്റത്ത് കിടക്കുന്ന ആ തുണി ഇട്ടിട്ടുള്ള സിറ്റുവേഷൻ മുതൽ കിച്ചു ഓരോ സമയത്ത് ഉള്ളിൽ പോകുന്നതും, അവിടെ ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് ആ നീല മുണ്ടിട്ടൊരു ചങ്ങായി അവിടെ ഇങ്ങനെ ബെഡ് കിടക്കുന്നുണ്ടല്ലോ. ഈ ഒരു സിറ്റുവേഷനൊക്കെ എനിക്ക് തോന്നുന്നു ആ മക്കളെ സ്നേഹിക്കുന്ന ഒരാളുടെ മനസ്സൊന്നും പോവില്ലല്ലേ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇന്ന് ഞാൻ ആ ഹോം ടൂർ, നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്യാം. കുറച്ച് പോർഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആ ചാനലിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അതായത് മസ്താനി ആങ്കർ അവിടെ ചെന്നിട്ട് അവരുടെ വീട് കാണുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആ വീട് നേട് പറയുന്നുണ്ട്. ആ വീടിൻ്റെ ഓരോ ഭാഗം കാണിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ശരിക്കും കിച്ചുവിൻ്റെ മുഖത്തേക്കാണ് കേട്ടോ. കാരണം വെച്ചാൽ അവൻ്റെ റൂം കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സ്ഥിതിയിലൊക്കെ ഞാൻ നോക്കിയത് ഈ പയ്യൻ്റെ മുഖത്തേക്കാണ്. എനിക്കൊന്ന് അന്ന് തന്നെ ഇവനൊരു വിഷമമുള്ള പോലെ തോന്നുക. എനിക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് തോന്നുകയാണെന്നുള്ള അറിയില്ല. പിന്നെ രണ്ടാമത് ശ്രദ്ധിച്ചത് രേണുവിൻ്റെ ഫേസ് എക്സ്പ്രഷൻസാണ്. നമുക്ക് മനുഷ്യന് എത്ര മാറാൻ പറ്റില്ല. കാരണം അന്ന് മനുഷ്യന് ഒരു കാലത്തും ആരും സ്ഥിരമായിട്ട് ഒരേപോലെ ഇരിക്കില്ല. പിന്നെ അവരിങ്ങനെ കാലാകാലം കരഞ്ഞിരിക്കണം എന്ന് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. കരഞ്ഞിരിക്കുകയല്ല വേണ്ടത്, ബോൾഡായിട്ട് ഫേസ് ചെയ്യുന്നേ വേണ്ടത്. പക്ഷെ ഫേക്കായിരിക്കരുത്. എനിക്കൊരു നമ്മളൊരാവശ്യമില്ല, എന്താ പറയുക, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ഫേക്കായിരിക്കരുത്. പ്രത്യേകിച്ച് ഈ സുധി മരിച്ചതിന് ശേഷം ഇത്രയധികം ഗിമ്മിക്സ് ഇൻ ടേംസ് ഓഫ് ഫോട്ടോ, വീട്, പെർഫ്യൂം, ഡ്രസ്സ്, ഇതൊക്കെ കാണിച്ചിട്ടുള്ളൊരു വ്യക്തി ഇന്ന് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡും സംസാരിക്കുന്നതും കേൾക്കുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്കത് ഭയങ്കര ഓക്വേർഡ്. അതുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്ക് വീണ്ടും എടുത്ത് ചെയ്യാൻ കാരണം കേട്ടോ. എന്തായാലും നമുക്ക് ആ വീടിൻ്റെ ഇന്നിപ്പോൾ ആ ഒരു ഹോം ടൂറാണ്. ഞാൻ ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. എല്ലാ പ്രാവശ്യം പറഞ്ഞ പോലെ പറ്റുമെങ്കിൽ നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് വീഡിയോയ്ക്ക് പോട്ടെ. സോറി ബോറടിപ്പിക്കുന്നതിന് കേട്ടോ. നോക്കൂ, ഞങ്ങൾ താമസിക്കുന്ന അത് എൻ്റെ വീട് ഞാൻ ഫസ്റ്റ് വെച്ച സമയത്ത് എനിക്ക് 20 വയസ്സാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ 20ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ വീട് വെക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ ഓരോ കല്ലിൻ്റെ ടെക്സ്ചറും അതിൽ വെള്ളം നനയ്ക്കുന്ന സമയത്തുള്ള ആ ഒരു മണവും എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് 20ാം വയസ്സിൽ ഞാനൊരു വീട് വെച്ചിട്ടുണ്ടാവും അല്ലേ? നമുക്കത് ഭയങ്കര പ്രഷ്യസാണ്. ഇന്നും ഞാൻ ആ ഒരു വീട് ഇപ്പോൾ അത് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് റിനോവേഷന് വേണ്ടിയിട്ടാണെങ്കിൽ ഒന്ന് വ്യത്യാസം വരുത്തിയിട്ട് പുതിയ മോഡലാക്കാൻ വേണ്ടി പൊളിക്കുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി
നമുക്കത് പൊളിക്കുക എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര വിഷമമാണ്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു കേട്ടോ, ഞങ്ങൾ അമ്മ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു. കാരണം അത് പൊളിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമം, അമ്മയ്ക്കും അനീതിക്കൊക്കെ അതാണ്. കാരണം ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള വീടാണ്. അപ്പോൾ നോക്കൂ, ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ മരിച്ചു പോയിട്ടുള്ള ഭർത്താവ്, അച്ഛൻ അല്ലേ, അച്ഛൻ പോട്ടെ, കുട്ടികൾക്ക് ഒന്നും അറിയില്ല, അച്ഛൻ വിടും, സോറി ഫോർ ദാറ്റ്. ഒരു മരിച്ചു പോയിട്ടുള്ള ഭർത്താവിൻ്റെ പേരിൽ ആരുടെയോ കാരുണ്യം കൊണ്ട് വെച്ച് തന്നിട്ടുള്ള വീടിനെ കുറിച്ച് ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ വീടിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ആർക്കായാലും, നിങ്ങൾ എന്നെ കുറ്റം പറയണ്ട, ആർക്കായാലും ഇങ്ങനെ പറഞ്ഞു പോകും. എക്സ്ട്രീംലി സോറി ഫോർ ദിസ്. വീട് നോക്കാം, നമുക്ക് ആ ഒരു ഹോം ടൂറിലേക്ക് കിടക്കാം കേട്ടോ. സോ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെയൊക്കെ സ്വന്തം സുധിച്ചേട്ടന്റെ വീട്ടിലാണ്. എന്ത് നല്ല ഡിസൈൻ അല്ലേ. സുധിച്ചേട്ടന്റെ വീടും എനിക്ക് ഈ ക്യൂട്ടായിട്ടുള്ള വീടുകൾ ഭയങ്കര ഇഷ്ടമാട്ടോ. വലിയ വീടുകളെക്കാളും കൂടുതൽ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടുക ഈ ക്യൂട്ടായിട്ടുള്ള ചെറിയ വീടുകൾ കേട്ടോ. നല്ല വെൽ ഡിസൈൻഡ് അല്ലേ, നല്ല സൗകര്യങ്ങളോടൊക്കെ കൂടിയിട്ട് കാഴ്ചകളൊക്കെ കാണാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് വീടിനുള്ളിലേക്ക് പോകാം. എനിക്ക് ഈ വീടിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിറോസ് ഭായിയുടെയാണ്. കാരണം എന്താ വെച്ചാൽ പുള്ളി ഇന്ന് മനസ്സെ തട്ടിയിട്ടുള്ള പറഞ്ഞുള്ള വാക്കുകൾ പോരാത്തതിന് ഇനി അടുത്ത താജ് എന്ന് പറഞ്ഞിട്ട് ആൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ആ പരിപാടി ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ പറയുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കി. 8 മാസം മുന്നത്തെ വീഡിയോ, 8 മാസം പുറകിലേക്ക് ചിന്തിച്ച് നോക്കൂ. ഈ കാണുന്ന ഓരോ ആൾക്കാരുടെയും അവസ്ഥ അവിടെ ബോർഡ് വെച്ചിട്ടില്ലേ, കണ്ടോ, സുധിലയം കേരള ഹോം ഡിസൈൻ. അതിനല്ലേ ഞാൻ പറഞ്ഞത്, കേരള ഹോം ഡിസൈൻ KHDEC എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് ഈ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്ലവേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ആദ്യം ഉണ്ട് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്ഥലം വാങ്ങിയത് ബിഷപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഒരു സന്തോഷം തന്നെയായിരുന്നു അല്ലേ വീട്? സ്വപ്നമല്ലായിരുന്നു, ചേട്ടന്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിൽ ഇപ്പൊ ഇങ്ങനെ ഇവിടെ താമസിക്കുമ്പോൾ എന്താ ഒരു ഫീല്? സുധിച്ചേട്ടന്റെ പ്രസൻസ് ഉണ്ട് ഇവിടെ എപ്പോഴും. നമ്മുടെ വീടല്ല, സുധിച്ചേട്ടന്റെ വീടാണ്. സുധിച്ചേട്ടന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത വീടാണ്. അതിൽ നമ്മൾ സന്തോഷമായിട്ട് താമസിക്കുന്നു എന്നേ ഉള്ളൂ. ആണല്ലോ, ആ സ്മരണ വേണം. സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടുള്ള, ഇപ്പോഴും ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ആ പയ്യൻ അവിടെ വന്ന് കയറുന്ന ഒരുപാട് പേര് അതിൻ്റെ ഇടയിൽ കമൻ്റ് ഇട്ട് കണ്ടു കേട്ടോ. ചിലപ്പോൾ ഒരുപക്ഷെ വീഡിയോയിൽ പകർത്താത്താണെന്ന് അറിയില്ല, ഒരു തുള്ളി വെള്ളം പോലും ആ കുട്ടിക്ക് കൊടുത്തില്ല എന്ന് അറിയില്ല. നമുക്ക് കിട്ടും, ചിലപ്പോൾ വീഡിയോയിൽ കംപ്ലീറ്റ് എടുക്കാനായിട്ടാണെന്ന് അറിയില്ല. ഒരു പച്ച വെള്ളം അല്ല, പറയാൻ പറ്റില്ല. കാരണം അവർ ആ കുട്ടീനെ അവിടെ ചെന്ന സമയത്ത് ആ സ്റ്റാർട്ടിങ് ഫ്രം ആ അമ്മച്ചിയുടെ ഡയലോഗ് ഉണ്ടല്ലോ, കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിട്ടല്ലേ, കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ആ ചേട്ടൻ്റെ പോലെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡയലോഗ് മുതൽ എല്ലാ കാര്യവും നമുക്ക് കാണുന്ന സമയത്ത് ഒന്നും ഒരു മര്യാദയ്ക്കല്ല തോന്നിപ്പോവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ കമൻറ്റ് ചെയ്ത പോലെ എനിക്കറിയില്ല, അതിന് വല്ല വെള്ളമോ പച്ചവെള്ളം എന്തെങ്കിലും അവിടുന്ന് കിട്ടിയോന്നുള്ള അറിയില്ല. എന്തൊരവസ്ഥയല്ലേ, സ്വന്തം അച്ഛൻ്റെ സ്വന്തം അമ്മ ഇല്ല, അത് കഴിഞ്ഞ ശേഷം അച്ഛൻ വേറൊരാളെ വിവാഹം കഴിച്ചു. എനിക്കറിയില്ല അവരവരൊക്കെ നല്ലതിലാണോ കഴിയുന്നത്, എന്ത് അത് ഞാൻ എനിക്ക് കിടക്കുന്നില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു വീട് വെച്ചിട്ട് അവിടെ നിന്ന് താമസിക്കാനുള്ള സിറ്റുവേഷൻ ആ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. പഠിക്കാനോ എന്തോ കാര്യത്തിന്, ചിലപ്പോൾ പഠിക്കാനൊന്നും ആവില്ലായിരിക്കും. ഒരുപാട് പേര് അനുസരിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ട്, എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തവരും പറയുന്നുണ്ട്. ചിലപ്പോൾ പറയാൻ പറ്റില്ല അല്ലേ. ആ ഒരു സിറ്റുവേഷനിൽ ഇന്ന് എന്താണ് അതിൻ്റെ അവസ്ഥ? സുചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പം, പെട്ടെന്നുള്ള മരണമായപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഓർത്തപ്പോൾ ഫ്ലവേഴ്സും 24 എല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് വീട് വെച്ച് തരുന്ന കാര്യം അപ്പോഴാണ് KHDC വന്ന് അവരോട് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തോളാം, ഫിറോസിക്ക. അപ്പം സ്ഥലമില്ലല്ലോ. അയാളപ്പോൾ നല്ല രീതിയിൽ വട്ടത്തിൽ മൂഞ്ചിച്ചല്ലോ അല്ലേ. ഞാനേ ഒരു കഥ ആലോചിച്ചൊക്കെ, ഇത് തന്നെ വേണം അല്ലേ, ഇങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ ഒന്നുമില്ലാത്ത സമയത്ത് ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇത് തന്നെ ചെയ്യണം. സ്ഥലം ബിഷപ്പ്, നമുക്ക് ബിഷപ്പിനെ നേരിട്ട് അറിയില്ല, പിതാവ് അദ്ദേഹമാണ് 24 വിളിച്ചിട്ട് ഞാൻ കൊടുത്തോളാം സ്ഥലം. അങ്ങനെ അവരെല്ലാം കൂടെയുള്ള ഒരു ഒത്തൊരുമയിലാണ് ഇതിപ്പോൾ. സുരേഷ് ഗോപി ഡയലോഗ് സ്മരണ വേണം എന്നറിയില്ലേ, എന്താ പറയുക, എനിക്ക് സൗണ്ട് എടുക്കാൻ അറിയില്ല, എന്നാലും പറയാം, സ്മരണ വേണം, സീരിയസ്ലി സ്മരണ വേണം. സുധിച്ചേട്ടൻ്റെ വീടിന്റെ ലിവിംഗ് റൂമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലത്തിന് കുറെ പ്രത്യേകതകളുണ്ടല്ലേ. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ ഇരിക്കാനാണോ? റൂമിലും ഇവിടെയൊക്കെ, കാരണം ഇവിടെ സുചേട്ടൻ ഉണ്ടല്ലോ. അതെ, എനിക്ക് തോന്നുന്നു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് പെർഫ്യൂം. ഇതാണ് ആ വൈറൽ പെർഫ്യൂം. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ പറയാൻ തോന്നി. മറ്റേ സുരാജിന്റെ ഡയലോഗ്, പെർഫ്യൂം, മലപ്പുറം കത്തി അല്ലേ. അതെ അതെ അതെ, ലക്ഷ്മി ചിന്നൂട്ടി നമുക്ക് വേണ്ടിയിട്ട് തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അങ്ങോട്ട് പറഞ്ഞാണ് ലക്ഷ്മിയുടെ അടുത്ത്. അപ്പം
ലക്ഷ്മി അത് സാധിച്ചു തന്നു. അതുപോലെ അതൊരു തീർത്ഥം പോലെ നമുക്ക് അത്ര പ്യുവർ നമ്മൾ ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ള അറിയില്ല. ഇന്നത്തെ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് പറയാണ്, അന്ന് ഇപ്പോൾ അവരെന്നെ പറഞ്ഞല്ലോ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ പുറകിലൊന്നും ഇല്ലല്ലോ. അതും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലോ. നമുക്ക് പറയാൻ തന്നെ പാടില്ല, ഞാൻ അത് പറയാൻ പാടില്ല. പക്ഷെ എന്നാലും എനിക്ക് ചെറിയൊരു സംശയം ഇതുകൊണ്ട് ആ ബ്ലോക്ക് വരികയാണ് എനിക്ക് സംസാരിക്കുന്നതിൽ. നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞതിനോട് ഉണ്ടായിരിക്കില്ല അല്ലേ? പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഇന്ന് റീച്ചിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ, ഏതറ്റം ഇൻ ദ സെൻസ് ഇമോഷണലി കേട്ടോ, ആൾക്കാരെ കറക്റ്റായിട്ട്, അതായത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ടാക്കിൾ ചെയ്യുക എന്ന് വളരെ കൃത്യം. എനിക്ക് തോന്നുന്നു ഈ യൂട്യൂബിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ അൽഗോരിതം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സായിപ്പന്മാരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ വാലൊക്കെ മറിഞ്ഞ് തല കുത്തി മറിഞ്ഞിട്ടാണ് ഇതിൻ്റെ അൽഗോരിതം ഒന്ന് മനസ്സിലാക്കുക. അതായത് എങ്ങനെ വന്നാലാണ് സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി കിട്ടുക എന്നുള്ളത്. ഇത് പുട്ട് പോലെ വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്കിൽ പോയിട്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും അൽഗോരിതം തന്നെ വായ പിടിച്ചിട്ട്, അൽഗോരിതം പറഞ്ഞാൽ ഈ യൂട്യൂബ് എങ്ങനെയാണ് ഈ റീച്ച് കിട്ടുന്നത് അതന്നെ ആ കൺഫ്യൂസ്ഡായി. എന്ത് ചെയ്യണം, ശിവനെ ഏത് ജില്ല, കാരണം അങ്ങനെയാണ് രേണുസുധീറിൻ്റെ കോണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോയുടെ ഇവിടെ തന്നെ സൂക്ഷിക്കണമെന്ന് ചിന്നു പറഞ്ഞു, അതുപോലെ നമ്മൾ ചെയ്തു സൂക്ഷിച്ചേക്കാണ്. അപ്പോൾ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് നമ്മൾ ആദ്യം വന്നിരുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഫോട്ടോ, ആ പെർഫ്യൂം, ചേച്ചി ഇങ്ങനെ ഇവിടെ ആയിരിക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഞാനും ചേച്ചി പിന്നെ ആ വഴിക്ക് വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. ഈ പെർഫ്യൂം അതിനുള്ളിലുണ്ട്, അലമാരയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പെർഫ്യൂമിനെ കുറിച്ച് അവർ അന്നൊരു വർത്തമാനം പറഞ്ഞിരുന്നു, അതിങ്ങനെ അടിച്ചടക്കാനുള്ളതല്ലാന്ന്. ഒരുപാട് പേര് എടുത്തു വെച്ചു. അത് പിന്നെ അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ, എനിക്ക് തോന്നുന്നതല്ല, പെർഫ്യൂമിനെ അങ്ങനെ ആക്കി പറഞ്ഞതായിരിക്കില്ല എന്ന് വിചാരിക്കാം. കാരണം കാര്യങ്ങളെ പോക്ക് കാണുന്ന സമയത്തേ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കേണ്ടല്ലോ ഒരു ശിവനെ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കണ്ടു ഇങ്ങനെ ഫോട്ടോയിൽ ഇങ്ങനെ ടച്ച് ചെയ്താണ് എപ്പോഴും സംസാരിക്കാറ്. അത് ഓഫ് കോഴ്സ് ചെയ്യുമല്ലോ. ഫോട്ടോയിൽ ടച്ച് ചെയ്തിട്ട് അലമാറയുടെ മുകളിൽ, ചാക്കിൻ്റെ അടിയിൽ, അലമാറയുടെ മുകളിലൊക്കെ അമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറ്, കാര്യങ്ങളൊക്കെ ചെയ്യാറ്. എനിക്ക് തോന്നുന്നു എല്ലാ ഭഗവാനെ ഞാൻ ചിന്തിക്കുന്നത് എന്താ അറിയോ, ഈ കിച്ചു ഇപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അവന് എന്ത് ഫീൽ, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാനത് ചിന്തിച്ചിട്ടോ ഈ വീഡിയോ കാണുന്ന സമയത്ത്. നമുക്കിങ്ങനെ പഴയ മെമ്മറീസൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നില്ലേ ഭഗവാനെ ഇതെൻ്റെ സ്ഥലമായിരുന്നില്ലേ? അപ്പോൾ ഈ അമ്മയും മക്കളും കൂടി ഭക്ഷണം കഴിക്കുക, അതൊക്കെ അതും കൂടി കൊല്ലം സുധിയുടെ സ്വപ്നമല്ലേ? ഇന്നിപ്പോൾ ഒരാൾ എവിടെയോ കേട്ടോ, സുധി എങ്ങനെയാണോ ഇവർ മറ്റേ ഈ സ്ത്രീ ഉണ്ടല്ലോ രേണുസുധി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്, ആ ജീവിതമാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഈ അച്ഛനും അമ്മയും മക്കളും 4 പേരുള്ള ജീവിതവും സുധി മോഹിച്ചിട്ടുണ്ടോ? പക്ഷെ ആ മനുഷ്യൻ അൺഫോർച്ചുനേറ്റ്ലി ദൈവം അയാളെ തിരിച്ചു വിളിച്ചു. പക്ഷെ അപ്പോഴും അയാളുടെ മനസ്സിലുണ്ടായിരിക്കില്ലേ സുഖമായിട്ട് 3 പേരും കൂടി ഒരുമിച്ച് കഴിയണം എന്നുള്ളത്? ഇതുപോലെ കഴിയണം എന്നായിരിക്കുമോ? ഫോട്ടോ ഇത് KFTU എന്ന് പറയുന്നത് അവര് ചെയ്തത്. അതായത് കേരള ഫ്ലോറിംഗ് തൊഴിലാളി യൂണിയൻ അവര് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെ വെച്ചേക്കുന്നത്. ആ കേരളത്തിന് അന്ന് ആ തലേന്നങ്ങാണ്ടായിരുന്നു. ഫോട്ടോ ഫ്രെയിം അല്ല. ഈ ഇതൊക്കെ കാണുന്ന സമയത്ത് എൻ്റെ വീഡിയോ അതേമാതിരി മറ്റുള്ള പല വീഡിയോസ് കാണുന്ന സമയത്തും കിച്ചുവിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ഈ ഫ്ലോറിംഗ് തൊഴിലാളികളൊക്കെ സത്യം പറഞ്ഞാൽ ഫ്ലോറിങ്ങിൽ വെച്ചിട്ട് എടുത്തടിക്കാനുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിലായിരിക്കും. ടൈലിൽ തന്നെ ഫോട്ടോ ഒക്കെ അറിയാം അതിന്റെ ടെക്സ്റ്റ്. ഇത് നോർമൽ ഒരു സാധാരണ ഹൈലൈറ്റർ അല്ല, വളരെ നല്ല ഗ്രാനൈറ്റിൽ ചെയ്ത് വെച്ചേ. അതെ, നന്നായിട്ടുണ്ട്. സുധിച്ചേട്ടനാണല്ലോ, അതല്ലേ സുധിലയം. ആ പേര് അർത്ഥവത്താക്കുന്ന രീതിയിൽ എല്ലായിടത്തും ചേട്ടന്റെ പ്രസൻസ് ഉണ്ട്. ഏത് ബെഡ്റൂമിലാണ് കാണിക്കാൻ പോകുന്നത്? കിച്ചുവിന്റെ. ഓക്കെ, നമുക്ക് ആദ്യം 3 ബെഡ്റൂം ഉണ്ട് ഇവിടെ. നമുക്ക് ആദ്യം കിച്ചുയുടെ ബെഡ്റൂമിലേക്ക് തന്നെ പോകാം. 3 ബെഡ്റൂമുള്ള ആ വീട്ടിൽ ആ ചെക്കനെ അവിടെ കയറി ചെന്ന സമയത്ത് ഒരു അന്യന്റെ പോലെ. ഇതാണ് വാഷ് ഏരിയ വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കിച്ചുയുടെ റൂമിലേക്കാണ്. കമോ, ഫോളോ മീ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കിച്ചുയുടെ ബെഡ്റൂം. കിച്ചുയുടെ ബെഡ്റൂമിൽ വരുമ്പോൾ നമ്മൾക്ക് കിച്ചുവിനോട് ചോദിക്കാം, ഇഷ്ടമായോ ബെഡ്റൂം? ഓക്കെ. പക്ഷെ ആളിവിടെ അല്ല, പഠിക്കാനായിട്ട് ആള് കൊല്ലത്ത് ആകുന്നത് കൊണ്ട് വളരെ കുറച്ച് സമയം മാത്രമേ ഇവിടെ വരാറുള്ളൂ. റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നീ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടാവോ? നിന്റെ ഭാഗത്തുനിന്ന് ഒറ്റ പ്രതികരണം കൊണ്ട് ഈ എല്ലാവിധ കോൺട്രവേഴ്സിയും, ഇത് പറയുന്നതെല്ലാം തെറ്റാണെങ്കിൽ നിന്റെ ഒറ്റ പ്രതികരണം കൊണ്ടെല്ലാം മാറും. നീ ഇതുവരെ ഒന്നും പ്രതികരിച്ച് കണ്ടിട്ടില്ല. അതാണ് നമ്മളെപ്പോലുള്ള ആൾക്കാരിൽ സംശയം ഉണ്ടാക്കുന്നത് അല്ലേ? നിങ്ങളുടെ അഭിപ്രായം പറയൂ. സത്യം അതല്ലേ അവസ്ഥ?
കിച്ചു നാളെ വന്നിട്ട് ഒറ്റ വീഡിയോ ഇടുകയാണ്, ഒരൊറ്റ ഡയലോഗ്. നോക്കൂ, ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നമില്ല, എനിക്ക് ആ വീട്ടിലും യാതൊരുവിധ ഇഷ്യൂസ് ഇല്ല, എനിക്ക് ഒരു പ്രോബ്ലംസും ഇല്ല. അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സി നിങ്ങൾ ഉണ്ടാക്കരുത് ദയവ് ചെയ്ത്. റിക്വസ്റ്റോ സ്ട്രോങ് ആയിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അത് കിച്ചുവിന് ഇഷ്ടം. കിച്ചു വന്നിട്ട് പറയുകയാണ് ഇത് ചെയ്യരുത്, ഈ പരിപാടി ചെയ്യരുത്, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, എനിക്ക് ആ വീട്ടിൽ ഇതുപോലെയാണ്, അതാണ് 1 2 3 4 എന്ന് പറഞ്ഞിട്ടൊരു മറുപടി കിച്ചു ഒരൊറ്റ വീഡിയോ 2 മിനിറ്റിൽ ചുരുക്കാവുന്ന ഒരൊറ്റ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ട ഞാനടക്കമുള്ള ആൾക്കാർ കഴിഞ്ഞു. പിന്നെ നമ്മൾ പിന്നെ സംസാരിക്കില്ല, ഞാൻ പറയില്ല കേട്ടോ. പക്ഷെ അത് കിച്ചു പറയാത്തോടത്തോളം കാലം എന്തോ ഉണ്ട് അതിൽ, ഇതാണ് ഫീൽ ചെയ്യുന്നത്. എങ്ങനെ എന്താ സ്വന്തമായിട്ട് ആ ഒരു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമല്ലേ സ്വന്തം റൂം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അല്ലേ, ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? ഇനി മുതൽ ഇത് എൻ്റെ റൂം എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷമില്ല. ഇതാണ് കിച്ചുയുടെ ബെഡ്റൂം, കിച്ചുയുടെ ബെഡ്. പക്ഷെ കിച്ചു ഇടയ്ക്കൂടെ വരാറുള്ളൂ. പിന്നെ ഇവിടെ ആയിട്ട് കിച്ചുവിൻ്റെ നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാ കാര്യങ്ങളും ഈ ഒരു സൈഡിലുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു കബോർഡ് വരണം, അത് പിന്നീട് പഠിത്തം കഴിഞ്ഞ് വരുമ്പോഴേക്കും സെറ്റ് ചെയ്യും. ഓക്കെ, എന്തായാലും നല്ല ക്യൂട്ട് അല്ലേ, നല്ല ഒതുങ്ങിയ നല്ല ക്യൂട്ട് റൂം. ഇതാണ് ആക്ച്വലി ഋതപ്പൻ്റെ റൂം. ഇവിടെ ഒരു കട്ടിലുണ്ട്, ഒരു കബോർഡ് ഉണ്ട്. അതെ, അവിടെ ഒരു കട്ടിലുണ്ട്, ആ കട്ടിലിൻ്റെ അടിയിൽ ഒരു ചാക്കുണ്ട് വിത്ത് അറ്റാച്ച്ഡ്. ഇതെല്ലാം ഗിഫ്റ്റ് ആട്ടോ, എല്ലാരും ഗിഫ്റ്റ് സ്പോൺസർ എല്ലാ ഐറ്റംസും അല്ലേ? ആ ഞാനത് കേട്ടായിരുന്നു. എല്ലാം നമ്മളിവിടെ വന്നപ്പോ എല്ലാം സെറ്റ് ആയിരുന്നു. ജസ്റ്റ് ഒന്ന് വന്നാ മതി എന്നല്ലേ, അത്രേ ഉള്ളൂ. പാലുമായിട്ട് കാച്ചാനുള്ള ആ ഗിഫ്റ്റ് തന്നിട്ടുള്ള എല്ലാ ആൾക്കാരെയും കാല് വാരി നിലത്തടിച്ചിട്ടുണ്ട്. ഡിസൈൻസ് ആണ്. അപ്പം ഇതാണ് കിച്ചൺ. എനിക്ക് തോന്നുന്നു കിച്ചണിൽ ഈ ഒരു ഫ്രിഡ്ജ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാം സ്പോൺസറിങ് ആണ്. സുധിച്ചേട്ടനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കൊടുത്ത ഗിഫ്റ്റുകളാണ്. ഈ വാട്ടർ പ്യൂരിഫയർ ഉൾപ്പെടെ എല്ലാം, കബോർഡ് വർക്ക് ആണെങ്കിലും കർട്ടൺ വർക്ക് ആണെങ്കിലും എല്ലാം ഇവരെ ഇതിൽ ഇതുപോലുള്ള ഈ സാധനങ്ങളൊക്കെ കേടുവരുന്ന സമയത്താണ് അവരെന്നെ ഒന്ന് നന്നാക്കി തരുന്നത് എമ്മ പറഞ്ഞിട്ടുള്ളതെന്ന്. ഷടാ, എന്തൊരവസ്ഥയെന്ന് ആലോചിച്ചോക്കല്ലേ. ഇതുപോലെ ആരെങ്കിലും ഗിഫ്റ്റ് എന്ന സാധനമൊക്കെ കേടുവരുന്ന സമയത്ത് അവരെ തന്നെ വിളിച്ചിരുത്തി ആൾക്കാരുടെ ഒരു സന്തോഷ സൂചകമായിട്ട് അവർ ഗിഫ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോ വരൂ, അത് ഭയങ്കര സന്തോഷമാണ്. കാരണം മരിച്ച് മൺമറഞ്ഞു പോയെങ്കിലും എത്രയോ മഹാന്മാരൊക്കെ മരിച്ചിരിക്കുന്നവരെയൊക്കെ ഓർക്കാറുണ്ട് എല്ലാവരും. അതുപോലെ തന്നെ എൻ്റെ സുധിച്ചേട്ടനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര ഹാപ്പി. എനിക്ക് സുധിച്ചേട്ടൻ മരിച്ചെന്ന് തോന്നുന്നു എപ്പോഴാണെന്നറിയോ, ഏതെങ്കിലുമൊക്കെ ഇപ്പം നമ്മുടെ കസിൻസോ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ശവോടക്കിനെ പോകത്തില്ലേ, അപ്പം ഞാൻ അറിയുന്നത് അയ്യോ ചേട്ടൻ മരിച്ചു പോയതാണ്. കാരണം ഡെഡ് ബോഡി കാണുമ്പോഴാണ് ഓർക്കുന്നത്. അല്ലാതെ എനിക്ക് മരിച്ചു പോകുന്നൊരു ഫീലിങ്സേ ഇല്ല. എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, സംസാരിക്കും. എനിക്കങ്ങനെ തോന്നുന്നു. ആടാ, ഡെഡ് ബോഡി കാണുമ്പോൾ അയ്യോ ചേട്ടൻ മരിച്ചു പോയത്. 8 മാസം മുന്നേ നടന്നിട്ടുള്ള സംഗതി ഇന്ന് കാണുന്നല്ലേ ഞാൻ എന്നുള്ള അവസ്ഥ ആലോചിച്ചില്ലേ. ഞാൻ നല്ലല്ലേ നമ്മൾ അല്ലേ. എനിക്കെന്തിൻ്റെ കേടായിരുന്നു തോന്നുന്നുണ്ടാവും ഇപ്പോൾ. മരിച്ച സുധിയില്ലേ, മരിച്ച സുധിയുടെ വൈഫാന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും മിണ്ടത്തില്ല. സ്റ്റാർ മാജിക്കിലെ സുധിയുടെ വൈഫാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം പറയൂ, നിങ്ങൾ ഈ കാണുന്ന വ്യക്തികൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. എന്താ അറിയോ, നിങ്ങൾ ഇത് അന്ന് എന്ത് ഭാവത്തിലാണ് കണ്ടിട്ടുള്ളത്? ദയവ് ചെയ്ത് ഇതിനൊരു കമൻറ്റ് ഇപ്പോൾ ഈ നിമിഷം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് പറയൂ. നിങ്ങൾ അന്ന് എന്ത് മെൻറ്റാലിറ്റിയിലാണ് കണ്ട്? കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരിക്കും മിക്ക ആൾക്കാർക്കും അല്ലേ. ഒരുപാട് പേർക്ക് അന്ന് കണ്ണ് നിറഞ്ഞ് കണ്ടവരുണ്ടായിരിക്കും. കഷ്ടം അല്ലേ. ആ ആൾക്കാരൊക്കെ ഒന്ന് മാറിയില്ലേ. മരിച്ചു പോയ സുധി ഇല്ലേ, സുധിയുടെ വൈഫാ. ഓൾറെഡി ഏട്ടൻ മരിച്ചു, എന്നാലും നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര വിഷമമാണ്. ഭയങ്കര ഇപ്പം ആ ഒരു ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടമുള്ള ഒരു സ്ഥലം ഇവിടെ തന്നെ നല്ല രസമാണ്, നല്ല വൈബാണ്. നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴേ താഴെ നോക്കുമ്പോൾ മറ്റേ റിസോർട്ടിലോട്ടൊക്കെ പോകുന്ന ഒരു ഫീലിങ്സ് എല്ലാവർക്കും തോന്നുന്ന പറയുന്നത്. കാരണം ഇങ്ങനെ വഴിയല്ലേ. അതെ, ഇപ്പൊ റിസോർട്ടിൽ വരുന്ന മാതിരി തന്നെയാണെന്ന് മനസ്സിലാവുന്നത്. ഏകദേശം നമ്മൾ കഴിഞ്ഞ വീഡിയോ കിച്ചുവിന്റെ വീഡിയോ കണ്ട സമയത്ത് തന്നെ മനസ്സിലായല്ലോ. പ്രൈവറ്റ് റോഡായത് ഇങ്ങനെ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ഓൾസോ ചേച്ചി താങ്ക് യു സോ മച്ച് നമ്മളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിനും. വളരെ നല്ലൊരു വീട്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വരുന്നത് കാലത്തിന് മുന്നേ സഞ്ചരിച്ച വീഡിയോ, അതായത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുള്ള വീട്. നമ്മൾ വരുന്നതാണോ അതുകൊണ്ടാണോ എന്ന് ചോദിച്ചിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗാണ് കാലത്തിന് മുന്നേ സഞ്ചരിച്ചിട്ടുള്ള ഡയലോഗ്. വെരി അൺഫോർച്ചുനേറ്റ്, അല്ലാതെ പറയല്ലേ. എന്തായാലും വീട് ഉണ്ടാക്കിയ ആൾക്കാർക്ക് വയറിഞ്ഞിട്ടുണ്ട്. അവർ ഇനി ഈ പരിപാടിക്ക് നിൽക്കില്ല എന്നുള്ള പറഞ്ഞ്. അതിന് കാരണം എന്താണെന്നുള്ളത് രേണു സുധി മനസ്സിലാക്കുക. ഇനിയെങ്കിലും തിരുത്താൻ ശ്രമിക്കും. എനിക്ക് തോന്നുന്നില്ല അവർക്ക് തിരുത്താൻ പറ്റുന്നുള്ളത്.
കാരണം വളരെ സിമ്പിളായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു തരും. ഒരാഴ്ച മിണ്ടാതിരിക്കുക, ഒരാഴ്ച മീഡിയനോട് സംസാരിക്കാതിരിക്കുക, പോട്ടെ ഒരു 10 ദിവസം പോട്ടെ, ഒരു 10 ദിവസം മീഡിയനോട് സംസാരിക്കാതിരിക്കുക. എനിക്കൊന്നും പറയാനില്ല, തൊഴുതുകൊണ്ട് പറയാം, എനിക്കൊന്നും പറയാനില്ല, മിണ്ടാതിരിക്കുക. രണ്ടാമത് കിച്ചു ഒരു വീഡിയോ ഇടുക, ഈ കോൺട്രവേഴ്സി ഇവിടെ നിൽക്കും. പക്ഷെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ എന്താ പറയുക, നമ്മളാണ് സോഷ്യൽ മീഡിയ എന്നുള്ള കണ്ടീഷനിൽ നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ചെയ്യില്ല. യെസ്, ഇത്രയുള്ള വീഡിയോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, അത് സപ്പോർട്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലാഗാണ് കഴിഞ്ഞൊരു വീഡിയോ എന്ന് കുറച്ച് പേര് പറഞ്ഞു, സോറി ഫോർ ദാറ്റ്. ഞാൻ ഇങ്ങനെ നാച്ചുറൽ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് സ്ലോ ആയി പോവാണ്. ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും കമൻറ്റ് ചെയ്യും സ്പീഡ് കുറയ്ക്കുമെന്ന്. കാരണം കുറേ പ്രായമുള്ള ആൾക്കാരൊക്കെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മിക്സഡ് ആയിട്ട് അതിൻ്റെ ഒരു ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുപോവാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഈ വീഡിയോ ലാഗായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ 1.5x അല്ലെങ്കിൽ 2x സ്പീഡിൽ 1.5x ഇട്ട് കണ്ടു കഴിഞ്ഞാൽ, പക്ഷേ പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ആ ഭാവവും കാര്യങ്ങളൊന്നും കൺവേ ആവില്ല. പക്ഷെ എന്നാലും പറ്റുമെങ്കിൽ 1.5x ഇട്ട് കഴിഞ്ഞാൽ അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ഒറ്റ കാര്യം മാത്രം പ്രാർത്ഥിക്കുന്നു, അടുത്ത പ്രാവശ്യം രേണുസുതി അല്ലാത്ത വേറെ എന്തെങ്കിലും കാര്യപ്പെട്ട ആൾക്കാർ കാണുന്നൊരു ടോപ്പിക്കുമായി വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.